ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച മലയാളം, തമിഴ്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. അതേസമയം ഇന്ന് ജൂലൈ 31 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ കിങ്ഡം എന്ന തെലുങ്ക് സിനിമ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഗൗതം തിന്നനൂരി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. കേരളത്തിൽ ഈ സിനിമയുടെ തമിഴ്, തെലുങ്ക് പതിപ്പ് മാത്രമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. മലയാളം പതിപ്പ് ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമ കേരള കട്ടനായി കണക്ട് ചെയ്തിരിക്കുന്നത് 12 ലക്ഷം റേഞ്ചിലാണ്. അതേസമയം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 15 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 35-38 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഹോംബാലെ ഫിലിംസിന്റെ ആനിമേഷൻ സിനിമയായ മഹാവതാർ നരസിംഹ 7ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയും മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ 6ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കണക്ട് ചെയ്തത് 9 കോടി രൂപയായിരുന്നു. ആദ്യ 6 ദിവസം കൊണ്ട് 44 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 7ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയും 8-9 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 53 കോടിയോളം രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയ് സേതുപതി, നിത്യ മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്നത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36 കോടി 10 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 48 കോടി 50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 7ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 25 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അഹാൻ പാണ്ഡെ, അനീത് ബത്ത എന്നിങ്ങനെ പുതുമുഖ താരനിരയുമായി മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18 തിയേറ്ററിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് സയാര. ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 13 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 328 കോടി 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 425 കോടി 50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 14ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി റേഞ്ചിലാണ്. ആദ്യ 14 ദിവസം കൊണ്ട് 432 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നാളെ തിയേറ്ററിലെത്തുന്ന വിവിധ ഭാഷകളിലെ വിവിധ സിനിമകളിലേക്ക് വന്നാൽ രാജകന്യക എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. വിക്ടർ ആദം തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ആത്മീയ രാജൻ, വിക്ടർ ആദം, ഭഗത് മാനുവേൽ, രമേഷ് കോട്ടയം, ചെമ്പിൽ അശോകൻ, മറീന മിഖയേൽ കുര്യൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ആന്റണി ജോസഫ് DOP, മറിയ വിക്ടർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. MC ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മീശ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ഷൈംഡോൺ ചാക്കോ, കതിർ, ഹക്കിം ഷാ, സുധി കൊപ്പ, ശ്രീകാന്ത് മുരളി, ജിയോ ബേബി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സുരേഷ് രാജൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് മനോജുമാണ്. സൂരജ് S കുറുപ്പാണ് സംഗീതം. CS വിജയൻ സംവിധാനം ചെയ്യുന്ന തയ്യൽ മെഷീൻ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. രാകേഷ് കൃഷ്ണൻ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ കിച്ചു ടെല്ലസ്, ഗായത്രി സുരേഷ്, ശ്രുതി ജയൻ, രാജീവ് രാജൻ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണിനിരക്കുന്നത്. ഷാഫി കോറത്ത് DOPയും ദീപക് JR സംഗീതവും നിർവഹിക്കുന്നു. നാളെ ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് അർജുൻ അശോകൻ നായകനാകുന്ന സുമതി വളവ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അഭിലാഷ് പിള്ളയാണ്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ് ശിവത, മാളവിക മനോജ്, ഗോപിക അനിൽ, ദേവനന്ദ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഛായാഗ്രഹണം PV ശങ്കറും ഷഫീഖ് മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. രഞ്ജിൻ രാജാണ് സംഗീതം. 2012 തിയേറ്ററിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന ബോളിവുഡ് സിനിമയുടെ 2ാം ഭാഗമായ സൺ ഓഫ് സർദാർ 2 നാളെ തിയേറ്ററിലെത്തുകയാണ്. വിജയ്കുമാർ അറോറ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അജയ് ദേവ്ഗൺ, മൃണാൾ താക്കൂർ, രവി കിഷൻ, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ധഡക് 2 എന്ന ബോളിവുഡ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. തൃപ്തി ദ്രിമി, സിദ്ധാർത്ഥ് ചതുർവേദി, സാക്കിർ ഹുസൈൻ, സൗരവ് സച്ദേഹ്, ദീക്ഷ ജോഷി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. T. രാജവേൽ സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ഹൗസ് മേറ്റ്സ്. ദർശൻ, കാളി വെങ്കട്ട്, വിനോദിനി വൈദ്യനാഥൻ, ആശാ ചാന്ദിനി ബൈജു, കെൻഡിക്ക് ആഷിലി എന്നിങ്ങനെയാണ് താരങ്ങൾ. നാളെ ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 2ാമത്തെ തമിഴ് സിനിമയാണ് സറണ്ടർ. ഗൗതമൻ ഗണപതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ ദർശൻ ത്യാഗരാജ, മലയാളി താരം ലാൽ രാംദാസ്, മൻസൂർ അലിഖാൻ, സുജിത് ശങ്കർ, പതൻ കുമാർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ജൂലൈ 25 തിയേറ്ററിലെ സൂ ഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ മലയാളം ഡബ്ബിംഗ് പതിപ്പ് നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുകയാണ്. JP തുമിനാട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷനീൽ ഗൗതം, JP തുമിനാട്, സന്ധ്യ അരക്കേക്കര എന്നിങ്ങനെയാണ് താരങ്ങൾ. വിവിധ ഭാഷകളിലായി 9ഓളം സിനിമകൾ നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചേരുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.